إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളെ എല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച് സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വലോക സ്രഷ്ടാവും സംരക്ഷകനും ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലകനുമായ നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിതം ധന്യമാക്കണമെന്ന് സ്വന്തത്തെ വിസ്മരിക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് നമ്മളിലെല്ലാം വർഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ബർക്കത്തും നമ്മളിലെല്ലാം വർഷിക്കുമാറാകട്ടെ. സ്വർഗപ്രവേശനവും നരകമോചനവുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. ഇത് രണ്ടും സാധ്യമാകണമെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയണം. നരകത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം പഠിച്ചെടുത്തിട്ടുള്ള, ഇതുവരെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള അറിവ് അത് ഉപകാരമുള്ളതാക്കി തരണമേ എന്ന് റബ്ബിനോട് നാം പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉപകരിക്കുന്ന തലത്തിലേക്ക് നീ മാറ്റിത്തരണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, അല്ലാഹുവേ തീർച്ചയായും ഞാൻ നിന്നോട് ഉപകാരപ്രദമായ അറിവ് ചോദിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. പണ്ഡിതന്മാർ ഇതിൻ്റെ എല്ലാം വിശദീകരണത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹുവേ
ഞാൻ നിന്നോട് ഉപകാരപ്രദമായ അറിവ് ചോദിക്കുന്നു. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഉപകരിക്കുന്നതെന്തോ ആ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. വൻഫഅനാ ബിമാ അല്ലംതനാ, ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് നീ ഞങ്ങൾക്ക് ഉപകാരമുള്ളതാക്കി തരികയും ചെയ്യണമേ. വസിദ്നാ ഇൽമാ, ഞങ്ങളുടെ അറിവ് അത് നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകണമേ. വതുഖൻ വഹുദൻ, അറിവ് മാത്രം വർദ്ധിപ്പിച്ചു തന്നാൽ പോരാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സത്യസന്മാർഗവും ഹിദായത്തും വേണ്ടുവോളം വർദ്ധിപ്പിച്ചു തരണമേ, തഖ്വയും വർദ്ധിപ്പിച്ചു തരണമേ. എന്നിട്ട് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? വഫഖിഹ്നാ ഫിദ്ദീൻ, അള്ളാഹുവേ നിന്റെ ദീനിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആഴമുള്ള അറിവ് അത് നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന്. അപ്പൊ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ വതുഖൻ വഹുദൻ വഫഖിഹ്നാ ഫിദ്ദീൻ. ഇത് നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിലുടനീളം, നമ്മുടെ നിത്യ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നാം കൊണ്ടു നടക്കേണ്ട, തുന്നിച്ചേർക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എത്ര തന്നെ നമ്മൾ മനസ്സിലാക്കിയാലും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയുകയാണെങ്കിലും, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും അത് നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കണം എന്ന ഏറ്റവും നല്ല ഇഖ്ലാസുള്ള ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. തിന്മകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതിന് പ്രേരകമാകേണ്ട കാര്യം എന്താണ്? നരകത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ എൻ്റെ മനസ്സിന് ഇഷ്ടമാണെങ്കിലും, എൻ്റെ ശരീരം അത് ആഗ്രഹിക്കുന്നുവെങ്കിലും, ആ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുക എന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമാണെങ്കിലും അത് നരകത്തിലേക്ക് എത്തിക്കുമല്ലോ എന്ന് കരുതി അതിൽ നിന്ന് മാറി നിൽക്കുക എന്നതും നമ്മളെ മുന്നോട്ട് നയിക്കേണ്ട കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വളരെ കൃത്യമായി എണ്ണമിട്ട് അക്കമിട്ട് പഠിപ്പിച്ചു തന്ന ഒരു കാര്യം കൂടിയാണത്, ഒരു വിഷയം കൂടിയാണത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ചില വാഗ്ദാനങ്ങൾ, ചില ഉറപ്പുകൾ. ഇപ്പോ ഭൗതികമായി തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുക. പരസ്പരം സുഹൃത്തുക്കൾ, കുടുംബക്കാർ, സഹോദരങ്ങൾ, ഒരാൾ പറയാണ് മറ്റേ ആളോട്, ഇൻഷാ അല്ലാഹ് ഇന്ന ദിവസം ഞാൻ നിനക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരാം, അത് ഞാൻ എന്നെ കൊണ്ടാകും വിധം നിനക്ക് ചെയ്തു തരും. ഇങ്ങനെ ഒരു ഉറപ്പ് കിട്ടുമ്പോൾ നമുക്ക് എത്ര ആശ്വാസം ഉണ്ടാവും! അത് എന്തൊക്കെ ആശ്വാസം ഉണ്ടാവും! അത് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, പ്രപഞ്ചത്തിന്റെ നാഥനാണ്, മാലിക്കുൽ മുലൂക്ക്, മലിക്കുൽ ജബ്ബാർ, ഖദീറായ, എല്ലാത്തിനും കഴിവുള്ളവനായ റബ്ബാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ എന്നോടുള്ള ചില ബാധ്യതകൾ നിറവേറ്റിയാൽ ഞാൻ നിങ്ങൾക്ക് ചില ഉറപ്പുകൾ നൽകുന്നതാണ്, ചില വാഗ്ദാനങ്ങൾ നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വാഗ്ദാനത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അല്ലാഹു തആല നമുക്കൊരു കാര്യം നൽകുമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ, നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം നൽകുക തന്നെ ചെയ്യും. ഒരു സംശയവും അതിൽ വേണ്ട. നമുക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന വാഗ്ദാനങ്ങളാണ് പലപ്പോഴും നമുക്ക് നിറവേറ്റാൻ കഴിയാതെയാവുക. അള്ളാഹുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് നൽകുന്ന ഒരു വാഗ്ദാനം എന്താണെന്നറിയോ? നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വർധനവുണ്ടാക്കും. വഇദ് തഅദ്ദന റബ്ബകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. പരിശുദ്ധ ഖുർആനിന്റെ 14-ാമത്തെ സൂറത്ത് ഇബ്രാഹിമിന്റെ 7-ാമത്തെ ആയത്താണ്. അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നിങ്ങൾ ഓർക്കുക. നിങ്ങൾ എനിക്ക് നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ആ അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്നതാണ്. ഇനി നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ശിക്ഷ അത് അതികഠിനമായിരിക്കും എന്ന്. ഇവിടെ ലഇൻ ശകർതും ലഅസീദന്നകും എന്ന പ്രയോഗത്തെ മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീർ ഇബ്നു കസീറിൽ. അവിടെ പറയുന്ന ഒരു കാര്യം എന്താണ് എന്നറിയുമോ? ലഇൻ ശകർതും നിഅമതി അലൈക്കും ലഅസീദന്നകും മിൻഹാ. എന്താണ് ആയത്തിൽ അല്ലാഹു തആല ഉദ്ദേശിച്ചിരിക്കുന്നത്? നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അതായത് എൻ്റെ അനുഗ്രഹങ്ങൾ
ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുന്നവരാണെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യുമെന്ന്. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, അത് നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളെക്കാൾ എത്രയോ അപ്പുറത്തായിരിക്കും അത്. പലപ്പോഴും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇന്നത് കിട്ടിയില്ലല്ലോ, ഇന്ന പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ, ഇത്രയും പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുക. അള്ളാഹ് തന്ന നിഅമത്തുകളെ കുറിച്ച്, അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഒരിക്കലും ആലോചിക്കൂല. നല്ല സന്താനങ്ങളെ തരിക എന്നുള്ളത്, സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാവുക എന്നുള്ളത്, കുറേ സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളതല്ല, ഉള്ള സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാവുക എന്നത്. അതുപോലെ തന്നെ ഒരു ഭവനം ഉണ്ടാവുക എന്ന് പറയുന്നത്, ഒരു വാഹന സൗകര്യം ഉണ്ടാവുക എന്ന് പറയുന്നത്, ഇതിനെല്ലാത്തിനും അപ്പുറത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം, അതിനുള്ള ആഫിയത്ത്, തൗഫീഖ്, ആരോഗ്യം, അതുപോലെ തന്നെ നാട്ടിൽ അതിന് സംവിധാനമുള്ള, അതിന് സൗകര്യമുള്ള ഒരു പള്ളി ഉണ്ടാവുക എന്നത്, മസ്ജിദ് ഉണ്ടാവുക എന്നത്, അതുപോലെ തന്നെ അതിനെല്ലാം അപ്പുറത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ 5 നേരം പോയി സുജൂദ് ചെയ്ത് നിസ്കരിക്കണമെങ്കിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം എന്താ? ഹിദായത്താണ്. ഹിദായത്താണ്. ആ ഹിദായത്ത് അള്ളാഹ് തന്ന മഹാസൗഭാഗ്യമാണ്. ഇങ്ങനെ എണ്ണി നോക്കുകയാണെങ്കിൽ ദുനിയാവിൽ റബ്ബ് എത്രയോ നിഅമത്തുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്ക് ഓരോന്നിനും നമ്മൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അല്ലാഹു തആല പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അതിന് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നകും, ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്കത് വർദ്ധിപ്പിച്ചു തരും. അള്ളാന്റെ മാർഗത്തിൽ അള്ളാഹ് തന്ന സമ്പത്ത്, അള്ളാഹു തന്ന സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ തന്നെ നമ്മൾ ചെലവഴിച്ചാൽ ആ സമ്പത്ത് കുറയുന്നല്ല അള്ളാഹ് പറയണത്. ആ സമ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് വർധനമുണ്ടാക്കി തരുന്നതാണ്. ഇത് റബ്ബിന്റെ വാഗ്ദാനാണ് സഹോദരങ്ങളെ. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കണത്? അള്ളാന്റെ മാർഗത്തിൽ ഒരു ജാരിയായ സ്വതക്ക, ഒരു നല്ല കാര്യത്തിന്, ഒരു പള്ളി നിർമ്മാണത്തിന്, ഒരു മദ്രസ പരിപാലനത്തിന്, അതുപോലെ തന്നെ പള്ളിയുടെ പരിപാലനത്തിന്, ഒരു നല്ല ദഅവാ പ്രവർത്തനത്തിന് ഒരു 10 രൂപ നമ്മുടെ കീശയിൽ നിന്ന് എടുത്തു കൊടുത്താൽ റബ്ബ് പറയാണ് 20 രൂപ ഞാൻ നിങ്ങൾക്ക് പകരമായി തരുന്നു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. അള്ളാഹു വർദ്ധിപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ചു തരും, അതിലൊരു സംശയവും ആ കാര്യത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിമകൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളിൽ ഒന്ന് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. അങ്ങനെ നിങ്ങൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലെ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീണ്ടും 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 വർദ്ധിപ്പിച്ചു തരും എന്നതാണ്. മറ്റൊരു കാര്യം പണ്ഡിതന്മാർ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ എണ്ണി പറഞ്ഞത്, അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ചാൽ അള്ളാഹു നമ്മളെ തിരിച്ചോർക്കും എന്നുള്ളതാണ്. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്. എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക, നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കാതിരിക്കുക. പരിശുദ്ധ ഖുർആനിന്റെ 2-ാമത്തെ അധ്യായം സൂറത്ത് ബഖറയിലെ 152-ാമത്തെ ആയത്താണ്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്റെ പ്രാധാന്യം, അള്ളാഹുവിനെ ഓർക്കുന്നതിന്റെ പ്രാധാന്യം കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ കൃത്യമായി വിശദീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ഇവിടെ വിശദമാക്കി മുന്നോട്ട് പോകുന്നില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുക. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, രുചികരമായ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അള്ളാഹു തന്നതാണെന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവുക. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെ നേതാവാണ്. അള്ളാന്റെ റസൂല് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട് വിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ വഴിയരികിൽ വെച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട്, അബൂബക്കർ എന്താണ് ഈ നേരത്ത്? അപ്പൊ പറയാണ്, റസൂലെ, താങ്കളെ എന്തൊന്നാണോ വീട്ടിൽ നിന്ന് ഇറക്കിയത് അതേ കാരണം തന്നെയാണ് എന്നെയും വീട്ടിൽ നിന്ന് ഇറക്കിയത്. രണ്ടുപേരും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വഴിയരികിൽ വെച്ച് കാണുകയാണ്. അവരോട് ചോദിക്കാണ്, എന്താണ് ഉമർ ഈ നേരത്ത്? അപ്പൊ പറയാണ്, പ്രവാചകരെ, താങ്കളെയും അബൂബക്കർ സിദ്ദീഖിനെയും പുറത്തിറക്കാൻ എന്തൊന്നായിരുന്നോ കാരണം, അത് തന്നെയാണ് എന്നെയും പുറത്തിറക്കിയത്. അങ്ങനെ അവർ 3 പേരും നടന്നു പോകുമ്പോൾ ഒരു സ്വഹാബി അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുകയാണ്. എന്നിട്ട് വിഭവസമൃദ്ധമായ ഉള്ളതിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം അത് വിഭവസമൃദ്ധമായ രൂപത്തിൽ അവരുടെ മുമ്പിൽ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അത് തിന്നാൻ നേരത്തുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ മകൾക്ക് എൻ്റെ ഭാര്യ ആയിഷ ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായി, എൻ്റെ മകൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, ഇതിൽ നിന്ന് കുറച്ച് ഭക്ഷണം അവർക്കും കൊണ്ടുപോയി കൊടുക്കണേന്ന്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ്, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന്.
ഈ ഭൂമുഖത്ത് ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് നാളെ റബ്ബ് ചോദ്യം ചെയ്യൂട്ടോ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാതെയാണ് വീട് വിട്ട് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ് ഭക്ഷണം കഴിക്കാനില്ലായിട്ട്. എന്നിട്ട് കുറച്ച് ഭക്ഷണം കിട്ടിയപ്പോ അതിന്റെ പേരിൽ അള്ളാഹു ചോദ്യം ചെയ്യട്ടോ, അതിനു പോലും നിങ്ങൾ നന്ദി കാണിക്കേണ്ടി വരും എന്നാണ്. അവിടെ പോലും അവർ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ ഒരുപാട് പണം മുടക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഇതൊന്നും കഴിക്കണ്ടെന്നല്ല, അതൊക്കെ നമുക്ക് ആസ്വദിക്കാം, അനുഭവിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ ഏതൊരു അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴും ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാണ് എന്നുള്ള കൃത്യമായൊരു ബോധം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാകണം. ഒരു 10 രൂപ ചെലവാക്കുകയാണെങ്കിലും ഒരു 10 രൂപ സമ്പാദിക്കുകയാണെങ്കിലും ഇതിന്റെ റബ്ബ് എനിക്ക് തന്നതാണെന്നുള്ള ബോധം ഉണ്ടാകണം. ഒരു വസ്ത്രം ധരിക്കുകയാണെങ്കിലും വാഹനത്തിൽ കയറിയിരിക്കുകയാണെങ്കിലും ഒക്കെ ഇത് പടച്ചോൻ തന്നൊരു നിഅമത്താണ് എന്നുള്ളൊരു ബോധം എപ്പോഴും നമുക്കുണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ അള്ളാഹിനെ ഓർത്തുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ കൂടുതൽ അറിയുമ്പോൾ റബ്ബിനോടുള്ള ഇഷ്ടം കൂടുതലുണ്ടാകും. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം കൂടുതലായി നമ്മളെ ബാധിക്കും. അത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ്, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം തരും. പലപ്പോഴും നമ്മുടെ നാട്ടിലൊരു അവസ്ഥാവിശേഷം നോക്കൂ നിങ്ങൾ. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ടതിനു പകരം അള്ളാഹു നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാമെന്ന്. ഖുർആനിന്റെ 40-ാമത്തെ സൂറത്ത് മുഅ്മിനിന്റെ 60-ാമത്തെ ആയത്താണ്. ഇത് അള്ളാഹ് തരുന്ന വാഗ്ദാനാണ് സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ. ഇത് റബ്ബുൽ ഇസ്സത്തിന്റെ വാഗ്ദാനമാണ്. അള്ളാഹു പറയാണ് എന്തെന്നറിയോ? വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, നിങ്ങളുടെ ദുആക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് എന്ന്. എന്നിട്ട് റബ്ബുൽ ഇസ്സത്ത് അവിടെ ബാക്കി പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന്, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് ആരാണോ അഹങ്കാരം നടിച്ചു പിന്മാറുന്നത് അവർ നിന്ദ്യരായിക്കൊണ്ട് നരകാഗ്നിയിൽ പ്രവേശിക്കുന്നതാണ് എന്ന്. ഈ ആയത്തിൽ നിന്ന് 2-3 കാര്യങ്ങൾ നമുക്ക് നിഷ്പന്നമാക്കാൻ കഴിയും, നമുക്ക് എടുത്തുദ്ധരിക്കാൻ കഴിയും. എന്താണ് പറയുന്നത്? ഒന്ന്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അതിലൊരു സംശയവുമില്ല, ഉത്തരം തരും. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. പലപ്പോഴും ഈ ആയത്തിൽ അള്ളാഹു താല പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താ? എന്നോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന്, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് അഹങ്കാരം നടിച്ചാരെങ്കിലും പിന്മാറിയാൽ അവർ നിന്ദ്യരായിക്കൊണ്ട് നരകാഗ്നിയിൽ പ്രവേശിക്കുന്നതാണ് എന്ന്. അള്ളാഹു താല ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു, നിങ്ങൾ എന്നോട് മാത്രം ദുആ ചെയ്യൂ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരുന്നു. ഇങ്ങനെ ഒരു വാഗ്ദാനം റബ്ബ് നൽകിയിട്ട് അള്ളാഹു പോരാ എന്നതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ അടിമകളിലൂടെ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള ശ്രമം മനുഷ്യരിൽ ഉണ്ടാകുന്നത്. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഖുർആന്റെ 39-ാമത്തെ സൂറത്ത് സുമറിന്റെ 3-ാമത്തെ ആയത്താണ്. മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ എന്തിനാണ് നിങ്ങൾ അള്ളാഹു അല്ലാത്ത ഈ മഹാന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന മറുപടി എന്താണ്? ഇത് അള്ളാഹു ആണ് എന്ന് വിശ്വസിച്ചിട്ടാണോ? ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ഈ പറയുന്ന വദ്ദും സ്വാഉം യഊക്കും യഊസും നസ്റും ഹുബലും പോലെയുള്ള ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചിട്ടാണോ? അല്ല, ഇതെല്ലാം മഹാന്മാരാണ്, ഇവരിലൂടെ ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് എന്ന ന്യായമാണ് അവർ പറഞ്ഞത്. അള്ളാഹു തആല അവരുടെ ന്യായീകരണത്തെ, അവരുടെ വാദഗതിയെ അംഗീകരിച്ചു കൊടുക്കുകയാണോ ചെയ്ത്? അല്ല. അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? അത് ശിർക്കിന്റെ പ്രവണതയാണ്, അത് ശിർക്കാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരുടെ ന്യായം അത് ശരിയല്ല എന്ന റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? നിങ്ങളിൽ നിന്ന് ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷമം വന്നാലും എന്ത് പ്രയാസം വന്നാലും റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക. അള്ളാഹിനോട് പ്രാർത്ഥിക്കാതിരിക്കുക എന്നത് ഒരു തരം അഹങ്കാരമാണ്. പ്രാർത്ഥനയെ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതൊരു തരം അഹങ്കാരാണ്. എനിക്ക് ഞാൻ തന്നെ മതി എന്നുള്ള ഒരു അനാനീയത്താണ്, ഞാനെന്ന ഭാവമാണ്. എൻ്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്യാൻ അറിയാം, എനിക്കെന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുകയാണെങ്കിൽ അത് എൻ്റെ മെച്ചം കൊണ്ടാണ്, എൻ്റെ നേട്ടം കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണെന്നുള്ള സംസാരമൊക്കെ വരിക ഒരിക്കലും പാടില്ലാത്തതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എപ്പോഴും നമ്മൾ പറയേണ്ട ഒരു പ്രയോഗമാണത്. എന്താണ്? അള്ളാന്റെ കഴിവ് കൊണ്ടല്ലാതെ ഒന്നും തന്നെ ഇല്ല.
അതുകൊണ്ട് തന്നെ അങ്ങനെ കഴിവുള്ള റബ്ബിനോട് പ്രാർത്ഥിക്കാതിരിക്കുക എന്നത് ഒരു തരം അഹങ്കാരാണ്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ടതിന് പകരം അള്ളാഹുവിന്റെ അടിമകളെ അല്ലെങ്കിൽ അള്ളാഹു തആലയുടെ അടിമകളിൽപ്പെട്ട മഹാന്മാരായ ആളുകളിലൂടെ റബ്ബിലേക്ക് അടുക്കാനുള്ള ശ്രമം നടത്തുക എന്നതും അഹങ്കാരാണ്. കാരണം അള്ളാഹ് പറഞ്ഞ എന്താ, നിങ്ങൾക്കൊരു വിഷമമുണ്ടോ, ഒരു പ്രയാസമുണ്ടോ, സന്തോഷമുണ്ടോ ഒക്കെ നിങ്ങൾ എന്നോട് നേരിട്ട് പ്രാർത്ഥിക്കൂ, എന്നോട് മാത്രമായി പ്രാർത്ഥിക്കൂ എന്നാണ് റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമുക്ക് ഒരു ടെൻഷനും ആവശ്യമില്ല. എന്ത് വിഷമം വന്നാലും, എന്ത് രോഗം കുടുംബത്തിലുണ്ടായാലും, മക്കളില്ലാത്ത പ്രയാസം ഉണ്ടായാലും, എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും അള്ളാഹിനോട് മാത്രം പറഞ്ഞാൽ മതി. ആരുടെയും വാക്ക് കേട്ടിട്ട് അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളിൽ ശ്രേഷ്ഠരായവരായിരിക്കാം അവരെല്ലാം, പക്ഷേ അവരോട് പ്രാർത്ഥിക്കാനോ അവരെ ആരാധിക്കാനോ അവരോട് സഹായം തേടാനുള്ള ന്യായീകരണമല്ല അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രാർത്ഥന എപ്പോഴും അത് റബ്ബിനോട് മാത്രമായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി അള്ളാഹു തന്നെ പറഞ്ഞത് എന്താണ്? അള്ളാഹു സ്വമദ്, അവൻ നിരാശ്രയനാണ്. സ്വമദ് എന്നുള്ളതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആരുടെയും ആശ്രയം ആവശ്യമില്ല, എന്നാൽ അള്ളാഹുവിന്റെ ആശ്രയം ഈ ഭൂമുഖത്തുള്ള സർവ്വചരാചരങ്ങൾക്കും ആവശ്യമാണ് താനും. അതാണ് സ്വമദ് എന്നതിന്റെ വിശേഷണം, അതാണ് സ്വമദിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഇവിടെ പറയുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിതു അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. അപ്പൊ അള്ളാഹ്ക്ക് എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് സഹായം ആവശ്യമാണോ? അല്ല. ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തെ സഹായിക്കുക, അള്ളാഹുവിന്റെ ദീന് ജനങ്ങളിലേക്ക് എത്താൻ അതിനെന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. അല്ലാഹു തആല ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വേറൊരു വാഗ്ദാനം കൂടിയുണ്ട്. ഖുർആന്റെ 5-ാമത്തെ സൂറത്തു മാഇദയിൽ 67-ാമത്തെ ആയത്ത്, യാ അയ്യുഹർ റസൂൽ, അല്ലയോ പ്രവാചകരെ, ബല്ലിഅ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, താങ്കളുടെ രക്ഷിതാവിങ്കൽ നിന്ന് താങ്കൾക്ക് അവതരിപ്പിച്ച് കിട്ടിയത് താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. വ ഇല്ലം തഫ്അൽ ഫമാ ബല്ലഅത റിസാലതഹു, അത് താങ്കൾ നിർവഹിച്ചില്ല എങ്കിൽ അല്ലാഹുവുമായിട്ടുള്ള കരാർ താങ്കൾ പൂർത്തീകരിച്ചിട്ടില്ല. എന്നിട്ട് അല്ലാഹ് നൽകുന്ന ഒരു വാഗ്ദാനം എന്താണ്? വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അല്ലാഹു താങ്കളെ കാത്തുരക്ഷിക്കുന്നതാണ് എന്ന്. അപ്പോൾ ആളുകളെ പേടിച്ചിട്ട്, വിമർശനങ്ങൾ പേടിച്ചിട്ട്, ആക്ഷേപങ്ങൾ പേടിച്ചിട്ട് ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ദീന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് നമ്മൾ പിന്മാറാൻ പാടില്ല, പിന്നോട്ട് പോകാൻ പാടില്ല എന്നാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം അള്ളാഹ് പറയാണ്, നിങ്ങൾക്ക് ഞാൻ തന്ന ഈ ഹിദായത്തിന്റെ വെളിച്ചം, ഈ വേദഗ്രന്ഥം, ഈ ഖുർആൻ, ഈ ഇസ്ലാം, ഈ ദീന്, അത് നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ എത്തിച്ചു കൊടുത്താലാണ് അള്ളാഹുമായിട്ടുള്ള കരാർ നിങ്ങൾ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് വരികയാണെങ്കിലോ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്, ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. ഇവിടെ മുഹാത്തബ്, അഭിസംബോധിതൻ പ്രവാചകനാണെങ്കിൽ ഇതിന്റെ ഹുക്മ ആമാണ്, എല്ലാവർക്കും ബാധകമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആയത്ത്, ഇപ്പൊ ഞാൻ ഓതി വെച്ച ആയത്ത് ഹദീസ് പ്രമാണാണെന്നുള്ളതിന്റെ തെളിവും കൂടിയാണ്. പണ്ഡിതന്മാർ ഈ ആയത്തിനെ ഖുർആൻ മാത്രമല്ല ഹദീസും പ്രമാണമാണ് എന്നതിന് തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ അല്ലാഹു തആല പറയുന്ന എന്താണ്? റസൂലുള്ളാഹിനോട് വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് താങ്കളെ ഞാൻ കാക്കുന്നതാണ്. ഈ പ്രയോഗത്തെ വിശദീകരിച്ച മുഫസ്സിറുകൾ, മുഹദ്ദിസുകളൊക്കെ പറയുന്നുണ്ട് ഇവിടെ റസൂലുള്ളാഹിനെ അല്ലാഹ് സംരക്ഷിക്കുമെന്നാണ്. അതായത് ഹദീസിനെ അല്ലാഹ് സംരക്ഷിക്കുമെന്ന അർത്ഥം ഇതിനുണ്ട്. ഇത് അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടിയുണ്ട്, വിശദീകരണം കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കാര്യത്തിലാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക. ഇങ്ങനെ റബ്ബ് നമ്മളോട് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, അങ്ങനെയെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, അത്തരം കാര്യങ്ങൾ, നന്മകൾ, ഇതിലൊക്കെ നമ്മൾ ഭാഗവാക്കാകണം. ഇതിലെല്ലാം നമ്മൾ ഭാഗവാക്കാകണം. നമ്മളെ കൊണ്ട് കഴിയും വിധം ഇതിലെല്ലാം സഹകരിക്കണം. അങ്ങനെ ചെയ്താൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അള്ളാഹു കരുണ കാണിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അതിലൊരു എക്സ്ക്യൂസും ഇല്ല, കരുണ കാണിക്കന്നെ ചെയ്യും, ഉറപ്പായിട്ടും കാണിക്കും. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ അടിമകളോട് കരുണ കാണിക്കണം. ഇങ്ങനെ അള്ളാഹുവും അവന്റെ റസൂലും നമുക്ക് നൽകിയിട്ടുള്ള ഇത്തരം വാഗ്ദാനങ്ങൾ നമ്മൾ നിറവേറ്റാൻ തയ്യാറാണെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അള്ളാഹു നമ്മളോട് തിരിച്ചു ചെയ്യുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമുക്ക് നൽകുന്ന ഉറപ്പുകൾ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി, ആ നന്മകൾ മനസ്സിലാക്കി, ആ അറിവ് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. സർവ്വലോക നിയന്താവായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ധന്യമാക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ വിസ്മരിക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. നാടുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അവിടെയുള്ള പള്ളികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഹദീസ് ഉദ്ധരിച്ചത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്അദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. നാടുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അവിടെയുള്ള പള്ളികളും ഏറ്റവും വെറുപ്പുള്ളത് അവിടെയുള്ള അങ്ങാടികളുമാകുന്നു എന്ന്. കാരണം അങ്ങാടികൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പല പ്രശ്നങ്ങളും ഫിത്തനകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുക. അപ്പോൾ അള്ളാഹു തആല പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഹദീസാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം, ഒരു നാട്ടിലെ റബ്ബിന് ഏറ്റവും ഇഷ്ടം എന്താണ്? പള്ളിയാണ്, മസ്ജിദാണ്. ബുയൂത്തില്ല, അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ, ബുയൂത്തുള്ള റബ്ബിന്റെ ഭവനം എന്ന് പറയുമ്പോൾ അത് പരിപാലിക്കുന്നതിലും അത് ഉണ്ടാക്കുന്ന കാര്യത്തിലും എത്രത്തോളം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത്രയും റബ്ബുൽ ഇസ്സത്തിന്റെ ഇഷ്ടം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. പലപ്പോഴും നാടുകളിൽ പള്ളികൾ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നതൊരു സത്യമാണ്, ഒരു സംശയവുമില്ല. ഒരുപാട് പള്ളികൾ, ഒരു നാട്ടിൽ തന്നെ, ഒരു മഹല്ലിൽ തന്നെ ഒരുപാട് പള്ളികളുണ്ട്. പക്ഷെ പള്ളികൾക്കൊരു സവിശേഷതയുണ്ട്. പള്ളി എന്ന് പറയുന്നത് എന്തിനാണ്? പരിശുദ്ധ ഖുർആനിന്റെ 72-ാമത്തെ സൂറത്തു ജിന്നിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് എന്താണ്? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അത് അല്ലാഹുവിനുള്ളതാകുന്നു, അല്ലാഹുവിന്റെ കൂടെ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുന്നതല്ല തന്നെ. സത്യത്തിൽ ചില പള്ളികളിൽ തന്നെ ആ പള്ളി കേന്ദ്രീകരിച്ച് തന്നെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനും, ആ പള്ളികളുടെ മുമ്പിൽ ജാറങ്ങളും മഖ്ബറുകളും അതിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന വളരെ ദാരുണമായൊരു പ്രയാസം നിറഞ്ഞ അവസ്ഥയും, ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലാഹു തആല വിലക്കിയിട്ടുള്ള, ദീൻ പഠിപ്പിച്ചിട്ടില്ലാത്ത അനാചാരങ്ങൾ നടക്കുകയും ബിദ്അത്തുകൾ നടക്കുകയും ഒക്കെ ചെയ്യാൻ. ആരും ഇതിനെ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ആരുടെയെങ്കിലും വയറ്റിപ്പഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല ഈ പറയുന്നത്. സഹോദരങ്ങളെ, ദീന് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. അള്ളാഹിന്റെ ദീന് പഠിപ്പിച്ചത് എന്താ? പള്ളി എന്ന് പറയുന്നത് അത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനുള്ള കാര്യമാണ്, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. പലപ്പോഴും പള്ളികളൊക്കെ ഉണ്ടാകുമ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ അത് പൂട്ടിയിടും, പിന്നെ അടുത്ത വക്തിനാണ് അത് തുറന്നു കൊടുക്കുക. പക്ഷേ പള്ളിയെപ്പറ്റി ദീന് പഠിപ്പിച്ച, അള്ളാഹിന്റെ ദീന് പഠിപ്പിച്ച ഒരു കാര്യം എന്താണ്? അതൊരു സാംസ്കാരിക കേന്ദ്രമാണ്, ഒരു മർക്കസു സഖാഫത്ത്. സഖാഫ എന്ന് പറഞ്ഞാൽ സംസ്കാരം എന്നാണ് അർത്ഥം. അതിന്റെ കേന്ദ്രം. ഒരു നാടിന്റെ ഗതി നിർണയിക്കേണ്ടത് അവിടെയുള്ള മസ്ജിദായിരിക്കണം. അതാണ് അതൊരു കേന്ദ്രമാകണം എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലുള്ള പള്ളികളെല്ലാം നിങ്ങൾ എടുത്തു നോക്കൂ. കേവലം നിസ്കരിക്കുക എന്നുള്ളത് മാത്രമല്ല അവിടെ. നേരെ മറിച്ച് ആ പള്ളി കേന്ദ്രീകരിച്ച് ക്ലാസ്സുകൾ നടക്കും, ആ പള്ളി കേന്ദ്രീകരിച്ച് ഫിത്ർ സക്കാത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കും, ആ പള്ളി കേന്ദ്രീകരിച്ച് മദ്രസ അധ്യാപനങ്ങൾ നടക്കും, ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് സ്കൂളുകൾ നടക്കും, ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിഫ്ള് സ്ഥാപനങ്ങൾ നടക്കും. അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കയറി വരാനും കയറിയിരിക്കാനും പഠിക്കാനുമുള്ള സൗകര്യങ്ങൾ ആ പള്ളി കേന്ദ്രീകരിച്ചുണ്ടാകും. ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ടാകും. അതുപോലെ തന്നെ യാത്ര ചെയ്തു പോകുന്ന ആളുകൾക്ക് വഴിയരികിൽ അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം ആ പള്ളി കേന്ദ്രീകരിച്ചുണ്ടാകും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അപൂർവം പള്ളികൾ മാത്രമാണ് കേരളത്തിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള പള്ളികളൊക്കെ നോക്കൂ. ഇപ്പൊ ചില നമുക്കിടയിൽ ഒരു പ്രയോഗം തന്നെ ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് പള്ളി പോയി പറഞ്ഞാൽ മതിട്ടാണ്. പലപ്പോഴും അതൊരു നെഗറ്റീവ് രൂപത്തിലാണ് ഇപ്പൊ പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് പള്ളി പോയി പറഞ്ഞാൽ ഇവിടെ പറയേണ്ടത്. സത്യത്തിൽ ആ പ്രയോഗം വന്നെ എങ്ങനെയാണ്? ഒരു കാര്യം പള്ളി പോയി പറഞ്ഞാൽ, മസ്ജിദ് പോയി പറഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ വന്ന പ്രയോഗമാണത്. കാരണം ആ നാടിന്റെ ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ആ പള്ളി കേന്ദ്രീകരിച്ച് ആ പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിയും എന്നുള്ള നിലക്കാണ്. പക്ഷേ പലപ്പോഴും ഇന്ന് പള്ളി നിസ്കരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു നാടിന്റെ സാംസ്കാരിക കേന്ദ്രമാക്കി കൊണ്ടുവരാൻ മസ്ജിദുകളെ കഴിയണം എന്നുള്ളതാണ്. പള്ളികൾ ഉണ്ടാക്കുക എന്നത്,
പള്ളികൾ ഉണ്ടാക്കുന്നതിലേക്ക് സഹായങ്ങൾ നൽകുക എന്നത്, അതുപോലെ തന്നെ പള്ളിയെ പരിപാലിക്കുക എന്നതും ഒരുപാട് പ്രതിഫലമുള്ള കാര്യമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയണം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടു, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി ബനല്ലാഹു ലഹു ഫിൽ ജന്നതി മിസ്ലഹു. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒരാൾ ഒരു പള്ളി അല്ലാഹുവിന് വേണ്ടി നിർമ്മിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിൽ അതുപോലെ ഒരു വീട് നിർമ്മിക്കുന്നതാണ് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പ്രതിഫലമുള്ള കാര്യമാണ്. അള്ളാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, നമുക്ക് അത്തരത്തിലുള്ള സൗഭാഗ്യം നൽകട്ടെ. നമ്മളൊരു സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറയപ്പെടുകയാണ്, ഇതാ നിങ്ങൾ ഭൂമിയിൽ അള്ളാഹ്ക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയില്ലേ, ഒരു മസ്ജിദ് ഉണ്ടാക്കിയില്ലേ, അതിന് പകരമായി റബ്ബ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മഹാസൗഭാഗ്യമാണത്. അങ്ങോട്ട് നോക്കൂ, ആ കാണുന്ന വീട് അത് നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ നമുക്ക് ഒറ്റക്കൊരാൾക്കൊരു പള്ളി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും അത്തരം പ്രവർത്തനങ്ങളിൽ നമുക്ക് കൂടിക്കൊടുക്കാലോ. ഇനി ഒന്നിനും സാധിച്ചില്ലെങ്കിൽ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് സാധിക്കൂലേ. അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യത്തിന് പണം ചെലവാക്കുന്നുണ്ട്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ അള്ളാന്റെ മാർഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ ഖബറിൽ ബാക്കി ഉണ്ടാവുള്ളൂ. അതേ ഉണ്ടാവുള്ളൂ. നമ്മൾ വീടുണ്ടാക്കിയനോ അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള വാഹനങ്ങൾ വാങ്ങിയനൊക്കെയാണോ ഖബറിൽ ബാക്കി ഉണ്ടാവുക? അല്ല. 3 കാര്യങ്ങളാണ് മയ്യത്തിനെ പിന്തുടർന്ന് ഖബറിലേക്ക് പോവുക. അതിലൊന്നെന്താണ്? ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ, അള്ളാന്റെ മാർഗത്തിൽ നിർവഹിക്കുന്ന ജാരിയായ സ്വദഖയാണ്. ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 100 രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക. ഒരു നാട്ടിലൊരു പള്ളി ഉണ്ടായി വന്നു, നമ്മൾ ചെലവാക്കിയത് ആകെ 100 രൂപയാണ്. ആ കാർപ്പറ്റ് വാങ്ങാൻ വേണ്ടി കൊടുത്ത പൈസയ്ക്ക് നമ്മൾ കൊടുത്തത് ഒരു 100 രൂപയാണെന്ന് വിചാരിക്കുക. ആ കാർപ്പറ്റിൽ നിന്ന് ഏത് പ്രായം ചെന്നാലും ഏത് കുട്ടികൾ നിസ്കരിച്ചാലും അതിൻ്റെ ഒക്കെ കൂലി നമുക്കല്ലേ. ഇനി നമ്മൾ മരിച്ചു പോയാലും ഈ പള്ളിയിൽ നിന്ന് ഒരു പൈപ്പ് വാങ്ങി ആ പൈപ്പിൽ നിന്ന് ആ ടാപ്പ് തിരിച്ചിട്ട് അതിൽ നിന്ന് ഒരാൾ വധു എടുക്കുമ്പോൾ പോലും അതിൻ്റെ കൂലി ആർക്ക് കിട്ടുന്നുണ്ട്? നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ ഖബർക്ക് കിട്ടുന്നുണ്ട്. അപ്പം നഷ്ടമില്ലാത്ത കച്ചവടം എന്ന് മാത്രമല്ല, ലാഭം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. നാളെ പരലോകത്തെത്തുമ്പോൾ റബ്ബുൽ ഇസ്സത്ത് വിചാരണയുടെ സന്ദർഭത്തിൽ നമ്മുടെ ദറജ ഇങ്ങനെ ഉയർത്തിത്തരും. പ്രതിഫലത്തിനനുസരിച്ച് ദറജ കൂടിക്കൊണ്ടേയിരിക്കും. ഇത്രമാത്രം ദറജ എനിക്ക് കിട്ടാൻ കാരണം എന്തെന്ന് ഒരുപക്ഷെ നമ്മൾ റബ്ബിന്റെ മുമ്പിൽ ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു പോകും. അപ്പൊ എന്തായിരിക്കും? കുറെ അമലുകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൊടുത്ത സാമ്പത്തികമായ സഹായങ്ങൾ കാരണം നമ്മൾ മരിച്ചതിന് ശേഷവും ആ പള്ളി അള്ളാന്റെ മാർഗത്തിൽ പരമാവധി ഉപയോഗിക്കപ്പെട്ടു. ആ പള്ളിയിൽ ധാരാളം ആളുകൾ വന്ന് നിസ്കരിച്ചു. അതിൻ്റെ ഒക്കെ കൂലി ആർക്ക് കിട്ടുന്നുണ്ട്? നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലം തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് സഹായിക്കാൻ നമുക്ക് സാധിച്ചാൽ, അതിനുവേണ്ടി മാനസികമായി ശാരീരികമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് റബ്ബിന്റെ അടുക്കൽ മഹാപ്രതിഫലമുള്ള കാര്യമായിരിക്കും. മൻ ബനാ മസ്ജിദൻ ലില്ലാഹി കമഫ്ഹസി ഖത്വാത്തിൻ ഔ അസ്അറ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ പക്ഷി അടയിരിക്കുന്ന ഒരു കൂടിനോളമോ അതിനേക്കാൾ ചെറുതോ ആയ ഒരു പള്ളി, അതായത് വളരെ ചെറിയൊരു പള്ളി, അള്ളാന്റെ മാർഗത്തിൽ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കുക, അത് വളരെ ചെറുതാണെന്ന് വിചാരിക്കുക. ഒരു പക്ഷി അടയിരിക്കുന്ന ഒരു കൂടോ അതിനേക്കാൾ ചെറുതോ ആയിട്ടുള്ള ഒരു പള്ളി അള്ളാഹുവിന് വേണ്ടി അയാൾ നിർമ്മിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് തന്നെ നിർമ്മിച്ചു കൊടുക്കുന്നതാണ് എന്ന് സഹോദരങ്ങൾ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന ഈ സ്ത്രീകളോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ ഭവനം നിർമ്മിക്കുന്ന കാര്യങ്ങൾക്ക്, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക്, അതും ഒരു കേവലം ഒരു നിസ്കാരപ്പള്ളി വെറും നിസ്കരിക്കാൻ മാത്രം എന്നതിനപ്പുറത്തേക്ക് ഒരു നാടിൻ്റെ തന്നെ ഗതി മാറ്റുന്ന, ഒരു നാട്ടിലെ തന്നെ കൾച്ചർ മാറ്റാൻ സഹായിക്കുന്ന, ആ നാട് തന്നെ ഒരുപക്ഷെ ദീനിലേക്ക് വരാൻ കാരണമായി തീരുന്ന ഒരു പ്രവർത്തനം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അതിലേക്ക് സഹായിക്കണം, കൈമൈ മറന്ന് സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കട്ടെ, നമ്മുടെ വിസ്ഡത്തിന്റെ ദാവ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പെരുമ്പാവൂര് ഒരു വിസ്ഡം ദാവ സെന്റർ തന്നെ പള്ളിയും അതുപോലെ തന്നെ ആ നാടിന്റെ ഒരു സെന്ററും കൂടിയാണത്. പെരുമ്പാവൂർ എന്നുള്ള പേര് ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പല രീതിയിൽ ആ പേര് പ്രസിദ്ധമാണ്. ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾ ആ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ട് പത്രങ്ങളിലൊക്കെ. അപ്പോൾ ആ നാട്ടിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളായ ആളുകൾക്ക് പോലും അവരുടെ ഭാഷയിൽ ദാവത്ത് ചെയ്യാൻ പറ്റിയാൽ, അവർക്ക് വന്നിരുന്ന് ക്ലാസ് കേൾക്കാൻ പറ്റിയാൽ, അവരിലുള്ള കുറച്ച് ആളുകളെങ്കിലും മാറിയാൽ ആ നാട്ടിൽ നിന്ന് ചിലപ്പോൾ വലിയ വലിയ ഫിത്തനകളും പ്രശ്നങ്ങളും തന്നെ മാറിക്കിട്ടും. അതിന് കാരണമാകുന്നത് നമ്മുടെ ഒരു സഹായമായിരിക്കും. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂർ ടൗണിൽ തന്നെ നമ്മുടെ സിയാൽ എയർപോർട്ടിലേക്ക് പോകുന്ന ഭാഗത്ത് തന്നെ
ഒരു വലിയൊരു ദഅവാ സെന്റർ, അത്യാവശ്യം വിപുലമായ സൗകര്യത്തോടു കൂടി ഒരു ദഅവാ സെന്റർ അവിടെ കൊണ്ടുവരാൻ, അത് നിർമ്മിക്കാനുള്ള ഒരു പ്രവർത്തനത്തിലാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തകർ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹിഫ്ള് സെന്ററുകൾ, അതുപോലെ തന്നെ ദഅവാ പരിശീലന കേന്ദ്രങ്ങൾ, കുട്ടികൾക്കുള്ള മദ്രസ സൗകര്യം, ഹൈസ്കൂൾ മുതലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ CRE സെന്റർ, അതുപോലെ തന്നെ QHLS നടത്താൻ പറ്റിയ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആവശ്യമായ പ്രത്യേകമായ പഠന സംവിധാനങ്ങൾ, നിസ്കരിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ സംഘടിത സക്കാത്ത് സെല്ല്, അതുപോലെ തന്നെ തൊഴിൽ സഹായ പദ്ധതികൾ, ഡയാലിസിസ് സെന്റർ, കൗൺസിലിംഗ് സെന്റർ, മയ്യത്ത് പരിപാലന കേന്ദ്രങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഒരു വലിയ പ്രോജക്റ്റാണ്. അതായത് ഒരു പള്ളി എന്ന് പറയുമ്പോൾ ആ നിസ്കരിക്കാനുള്ള കാര്യം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഒരു സെന്റർ. അതിനുവേണ്ടി അവർ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ജുമാക്ക് ശേഷം അവർ നിങ്ങളെ കാണും. നിങ്ങൾ അവരെ കണ്ട് നമ്മളെ കൊണ്ടാകും വിധം എത്ര കഴിയോ പരമാവധി അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അവർക്ക് ഒരു സംഖ്യ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് അത് ഞാൻ നിങ്ങൾക്ക് എത്തിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടാകും വിധം ഒരു സംഖ്യ അതിലേക്ക് കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് സാധിക്കണം. റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കിയിട്ട് അത്തരം നന്മകളിൽ മുന്നേറാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായി, രഹസ്യമായും പരസ്യമായും, അറിഞ്ഞും അറിയാതെയുമായി നാം ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കടം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ പട്ടിണി, ദാരിദ്ര്യം, കടബാധ്യത എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗം അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ശിഫ നൽകി അവർക്കും നമുക്കുമൊക്കെ പരിപൂർണമായ ആയുസാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മർക്ക കഴിഞ്ഞ ഖുതുബയിൽ കൂടി അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു, തീരെ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നമുക്ക് വിഷമമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ജന്നാത്തുൽ ഫിർദൗസ് പ്രതിഫലമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ആ കുടുംബത്തിനുണ്ടായ പ്രയാസത്തിൽ അല്ലാഹു തആല ക്ഷമിക്കാനുള്ള തൗഫീഖും കരുത്തും അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ആ പരീക്ഷണത്തിൽ അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുകയും ഇതിനേക്കാൾ ഉത്തമമായ അവസ്ഥ പകരമായി അല്ലാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും ഇവിടെ കളിച്ച് ചിരിച്ച പോലെ തന്നെ നാളെ റബ്ബുൽ ഇസ്സത്തിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കഴിഞ്ഞുകൂടാനുള്ള മഹാസൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറ വമുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബന തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.